ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് നേടി BJP. 3 MLA-മാരെ ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. BJP രാജീവ് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിൽ ശക്തി ആർജിച്ച് വരവെയാണ് BJP-യിൽ അഴിമതി വിവാദം ഉണ്ടായിരിക്കുന്നത്. മുമ്പ് കുഴൽപ്പണ വിവാദം കെ സുരേന്ദ്രൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ്റെ കാലത്ത് കുഴൽപ്പണ വിവാദം ഉണ്ടായെങ്കിൽ ഇപ്പോൾ കൊടി, BJP-യുടെ കൊടി, തൊപ്പി, ഷാൾ എന്നിവ വരെ അഴിമതിക്ക് വിധേയമായി എന്നതിനെ പറ്റിയുള്ള വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുഴൽപ്പണക്കാലത്ത് ഒരു ക്രിമിനൽ കേസാണ് വന്നതെങ്കിൽ ഇപ്പോഴും ഒരു കേസിനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യം കേരള BJP-യെ പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ്. കൊടി വിതരണം ചെയ്ത ഉത്തരേന്ത്യൻ കമ്പനി BJP-യിലെ കേരളത്തിലെ പാർട്ടി നേതാക്കളുടേതാണ്. കൊടി, തൊപ്പി, ഷാളുകൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയൊക്കെ വിതരണം ചെയ്ത ഉത്തരേന്ത്യൻ കമ്പനി ഒരു കടലാസ് കമ്പനിയാണെന്ന് തെളിഞ്ഞു. അത് കേരളത്തിലെ തിരുവനന്തപുരത്തെ നേതാക്കളുടെ കമ്പനിയാണ്. മാത്രമല്ല, ഹെലികോപ്റ്ററിൻ്റെ വാടക ചിലവ് അടക്കം ഭയങ്കര വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയും ഒരു വനിതയായ സംസ്ഥാന സെക്രട്ടറിയും ട്രഷററും ചേർന്നാണ് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പാർട്ടി ഇതേപ്പറ്റി അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. കുമ്മനം രാജശേഖരനും PK കൃഷ്ണദാസുമാണ് കമ്മീഷൻ അംഗങ്ങൾ. BJP വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പോൾ. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ R. സുഗതനെ കാപ്പ ചുമത്തിയത് സുഗതൻ കാപ്പക്കേസിൽപ്പെട്ടത് BJP-യെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ആ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി BJP പലവിധത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോൾ BJP ഒരു മുഴം മുന്നേറിഞ്ഞിരിക്കുകയാണ് ഈ കൊടി, തൊപ്പി, ഷാളുകൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയുടെ അഴിമതി കേസിൽ. BJP-യുടെ സംസ്ഥാന നേതൃത്വം പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു. അതായത് ഈ അഴിമതി ആരോപിക്കപ്പെടുന്ന വനിത കൂടിയായ സംസ്ഥാന സെക്രട്ടറിയെയും ട്രഷററെയും പുറത്താക്കിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ലെറ്റർ പാഡിൽ ഒരു സസ്പെൻഷൻ ഉത്തരവ് വന്നിരുന്നു. അതിൽ BJP സംസ്ഥാന ഓഫീസിൻ്റെ സീലുണ്ട്, BJP-യുടെ ചിഹ്നമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കത്ത് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എഴുതിയിട്ടില്ലെന്നും അദ്ദേഹം വിദേശത്താണെന്നും അതുകൊണ്ട് തന്നെ വ്യാജക്കത്തിൻ്റെ ഉറവിടം പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് BJP സംസ്ഥാന നേതൃത്വം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ BJP അധ്യക്ഷൻ്റെ പേരിൽ വന്ന ഈ സർക്കുലർ സത്യവിരുദ്ധമാണെന്ന് പരാതിയിൽ പറയുന്നു. എന്തായാലും പരാതി ഗൗരവമായി പോലീസ് അന്വേഷിക്കുമോ? പോലീസ് അന്വേഷിച്ചാൽ ഈ പരാതി കൊടുത്തത് തിരിച്ചടിയായി മാറുമോ എന്നൊക്കെയുള്ള ഒരു ഭയം BJP നേതൃത്വത്തിനുണ്ട്. ഇപ്പോൾ മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഈ BJPക്കകത്തെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നുണ്ട്. മാതൃഭൂമി പൊതുവെ BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു മാധ്യമമാണ്, ദിനപത്രമാണ്. പണ്ട് S. ഹരീഷിൻ്റെ മീശ എന്ന നോവൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്നപ്പോൾ സംഘപരിവാർ വാളെടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് മീശ എന്ന നോവൽ നിർത്തേണ്ടി വന്നു. അതൊരു അസാധാരണമായ ഒരു സാഹചര്യം ആയിരുന്നു. മീശ എന്ന നോവൽ ഹിന്ദുത്വത്തെ മുറിവേൽപ്പിക്കുന്നു എന്നതായിരുന്നു, അല്ലെങ്കിൽ നായർ സ്ത്രീകളെ അപമാനിക്കുന്നു, സവർണരെ അപമാനിക്കുന്നു എന്നൊക്കെയായിരുന്നു അന്ന് സംഘപരിവാറിൻ്റെ ആരോപണം. എന്തായാലും അതേ മാതൃഭൂമിയിൽ തന്നെ കൊടിയുടെയും തൊപ്പിയുടെയും ഷാളിൻ്റെയും അലങ്കാര വസ്തുക്കളുടെയും മേൽ വലിയ അഴിമതി നടത്തിയ വാർത്ത വന്നിരിക്കുന്നു. അത് വലിയ വിവാദമായി BJP-യിൽ മാറിയിരിക്കുന്നു. ഈ BJP കേരളത്തിൽ രക്ഷപ്പെടാത്തതിന് കാരണം BJP നേതാക്കൾ നടത്തുന്ന അഴിമതിയാണെന്ന് വ്യക്തം.
BJP നേതാക്കൾ തരാതരം പോലെ അഴിമതി നടത്തുന്നു. അതുകൊണ്ട് തന്നെ BJP കേരളത്തിൽ രക്ഷപ്പെടാതെ കിടക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് നേടി ചരിത്ര വിജയമാണ് BJP നേടിയത്. അതിനുശേഷമാണ് കൊടിയുടെയും തൊപ്പിയുടെയും ഷാളുകളുടെയും അലങ്കാര വസ്തുക്കളുടെയും പേരിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിൻ്റെ പേരിൽ ഒക്കെ വൻ അഴിമതി നടന്നു. 50 കോടിയിലേറെ രൂപ അഴിമതി നടന്നു എന്ന സത്യം പുറത്ത് വന്നിരിക്കുന്നത്.